അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ ഫിഖ്ഹാണ്. ഫിഖ്ഹിന് ആകെ നമ്മൾ പഠിക്കേണ്ടത് ആദ്യത്തെ 4 പാഠങ്ങളാണ്. ഈ 4 പാഠങ്ങളും കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിർബന്ധമായും കാണുകയും ഓരോ പാഠവും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന്, എഴുതി പരിശീലിക്കണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിക്ക് ശരി അടയാളം നൽകാം. ഇവിടെ ശരിയുത്തരമുണ്ട്. നമ്മൾ ശരിയായ ഉത്തരത്തിന് നേരെ ശരി അടയാളം കൊടുത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇസ്ലാം കാര്യങ്ങൾ. അവിടെ 2 ഉത്തരം കൊടുത്തിട്ടുണ്ട്. 6 ആകുന്നു, 5 ആകുന്നു. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5 ആകുന്നു. അപ്പോൾ 5 ആകുന്നു എന്നുള്ളതിന് നേരെ ശരി അടയാളം കൊടുക്കുക. രണ്ടാമത്തത് 5 സമയങ്ങളിലായി നിർവഹിക്കണം. എന്ത്? നിസ്കാരം, ഹജ്ജ്. ഏതാണ്? നിസ്കാരം. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം. നിസ്കാരം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 3 വുളൂഇൽ ഒന്നിച്ച് ചെയ്യണം. എന്ത്? 2 കാല് 2 ചെവി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെവി 2ഉം ഒരുമിച്ച് തടവുകയാണ് വേണ്ടത്. അപ്പോൾ 2 ചെവി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി 4മത്തത്, വുളൂ മുറിയുന്ന കാര്യങ്ങൾ. 4 ആകുന്നു, 5 ആകുന്നു. എത്രയാണ്? 4 ആകുന്നു. 5 മനിയ് പുറപ്പെട്ടാൽ വുളൂ മുറിയും മുറിയില്ല. മുറിയോ? ഇല്ല, വുളൂ മുറിയൂല. നമ്മൾ എന്താ പറഞ്ഞത്? മുൻദ്വാരത്തിലൂടെ അല്ലെങ്കിൽ മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ വുളൂ മുറിയുന്ന പറഞ്ഞു. അപ്പോൾ മനിയ പുറപ്പെട്ടാൽ വുളൂ മുറിയില്ല. 6മത്തത്, മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയും, വുളൂ മുറിയില്ല. മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയില്ല. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊടുമ്പോഴാണ് വുളൂ മുറിയുന്നത്. മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയില്ല. ഇനി 2മത്തെ ചോദ്യം പൂർത്തിയാക്കാം. ബ്രാക്കറ്റിൽ ഇസ്ലാം കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ താഴെയുള്ളത് എന്താണ്? ഇസ്ലാം കാര്യങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. 1മത്തത്, ഡാഷ് 2ഉം അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. എന്തായിരിക്കും? ഷഹാദത്ത് കലിമ 2ഉം അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. അവിടെ ഷഹാദത്ത് കലിമ എന്ന് എഴുതി കൊടുക്കണം. നിർബന്ധമായും വിദ്യാർത്ഥികൾ എഴുതി പഠിക്കണം. കാരണം നിങ്ങൾക്കൊരു പക്ഷേ ഉത്തരം അറിയുമായിരിക്കും. അത് എഴുതാൻ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് കിട്ടും? അതുകൊണ്ട് നിർബന്ധമായും എഴുതി പഠിക്കണം. 2മത്തത്, ഡാഷ് നിസ്കാരം നിലനിർത്തുക. 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക, അല്ലെങ്കിൽ 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. 5 സമയത്തെ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി 3മത്തത്, ഡാഷ് കൊടുക്കുക. എന്താണ് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കുക. ഇസ്ലാം കാര്യത്തിൽ 3മത്തത് സക്കാത്ത് കൊടുക്കുക. അപ്പോൾ സക്കാത്ത് എന്ന് എഴുതി കൊടുക്കണം. 4മത്തത്, ഡാഷ് മുഴുവൻ നോമ്പ് നോൽക്കുക. റമളാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക. റമളാൻ മാസം എന്ന് എഴുതി കൊടുക്കണം. ഇനി 5മത്തത്, ഡാഷ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ഹജ്ജ് ചെയ്യുക. അതാണ് ഇസ്ലാം കാര്യത്തിൽ 5മത്തേത്. ഈ രൂപത്തിൽ ഇവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 3മത്തെ ചോദ്യം, നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം. നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിന്റെ പേരുകൾ പഠിച്ചിട്ടില്ലേ? അത് ഓരോ ബോക്സിലും എഴുതുകയാണ് വേണ്ടത്. ഏതെല്ലാമായിരുന്നു? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഇങ്ങനെ 5 നേരത്തെ നിസ്കാരങ്ങളുടെ പേരുകൾ ഓരോ ബോക്സിലായി എഴുതുകയാണ് വേണ്ടത്. ഇനി 4മത്തെ ചോദ്യം, ഉത്തരം എഴുതാം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നമ്മൾ 2മത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിസ്കരിക്കുന്നവനെ എന്നെഴുതിയാൽ മതി. 2മത്തത്, വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? എന്ത് നിയ്യത്താ കരുതേണ്ടത്? മുഖം കഴുകുമ്പോൾ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. 3മത്തെ പാഠത്തിൽ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്നുള്ള പാഠത്തിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത്. 3മത്തത്, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യണം. എന്ത്? വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. ഇതൊക്കെ വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. 4മത്തത്, വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക.
വുളൂ മുറിയുന്ന കാര്യങ്ങൾ ആകെ എത്രയാണുള്ളത്? 4 എണ്ണമാണുള്ളത്. മലമൂത്രധാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക, വലിയവരായ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇതൊക്കെയാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള ഒന്ന് എഴുതുകയാണ് വേണ്ടത്. ഇനി 5-മത്തത്, ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്, ഇതൊക്കെയാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇനി അടുത്തത്, ക്രമത്തിൽ നമ്പർ ഇടാം. ഇവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാക്കി നമ്പർ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാ ഇലാഹ, അല്ലാഹു, അഷ്ഹദു, ഇല്ല. അതിന് ശരിയായ രൂപത്തിൽ എഴുതണം. ഷഹാദത്ത് കലിമയാണിത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതല്ലേ ശരിയായ രൂപം. അഷ്ഹദു എന്നുള്ളതിന്റെ നേരെ 1, അല്ലാ ഇലാഹ എന്നുള്ളതിന്റെ നേരെ 2, ഇല്ല എന്നുള്ളതിന്റെ നേരെ 3, അല്ലാഹു എന്നുള്ളതിന്റെ നേരെ 4. ഇങ്ങനെ നമ്പർ ഇടുകയാണ് വേണ്ടത്. ഇനിയോ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതും അവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അന്ന റസൂലുള്ളാഹി മുഹമ്മദൻ വ അഷ്ഹദു, അത് ശരിയായി നമ്പർ ഇട്ട് കൊടുക്കണം. വ അഷ്ഹദു എന്നുള്ളിടത്ത് 1, അന്ന എന്നുള്ളിടത്ത് 2, മുഹമ്മദൻ എന്നുള്ളിടത്ത് 3, റസൂലുള്ളാഹ് എന്നുള്ളിടത്ത് 4. ഈ രൂപത്തിൽ ശരിയാക്കി നമ്പർ ഇടുകയാണ് വേണ്ടത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ഷഹാദത്ത് കലിമ 2ഉം അർത്ഥസഹിതം തന്നെ പഠിക്കണം. ഇനി അവസാനത്തെ ചോദ്യം പൂരിപ്പിക്കാം. തീർച്ചയായും ഡാഷ് അല്ലാതെ ഇബാദത്തിന് ഡാഷ് മറ്റാരുമില്ലെന്ന് ഞാൻ ഡാഷ് ഉറപ്പിച്ചു പറയുന്നു. ഇതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ അർത്ഥമാണത്. എന്താണ്? തീർച്ചയായും അല്ലാഹു അല്ലാതെ. അപ്പോൾ അവിടെ അല്ലാഹു എന്ന് എഴുതി കൊടുക്കണം. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ, അർഹൻ എന്ന് അവിടെ എഴുതി കൊടുക്കണം. മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ, മനസ്സിൽ എന്ന് അവിടെ എഴുതി കൊടുക്കണം. മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. ഈ രൂപത്തിൽ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് 2ാം ക്ലാസ്സിലെ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ 4 പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.